നമസ്കാരം. ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരിലെ പാറയ്ക്കൽ ഗുരുമന്ദിരത്തിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ദേശാടന വേളയിൽ ഗുരുവും കൂട്ടാളികളും ഇവിടെ കാട് പിടിച്ച് കിടന്ന ഈ പ്രദേശത്ത് വന്ന് ഒരു ആൽമര ചോട്ടിൽ വിശ്രമിച്ചു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ അന്ന് ഗുരു വന്നതിൻ്റെ ഓർമ്മയ്ക്കായി ഇവിടെ ഗുരുമന്ദിരം പണിയുകയും അത് നിത്യ ആരാധനയും നടന്നു പോരുന്നുണ്ട്. നമ്മളീ കാണുന്ന ആൽമര ചോട്ടിലാണ് ഗുരു വന്ന് അവിടെ വിശ്രമിക്കാനായിട്ട് ഇരുന്നത്. അവിടെ ഒരു കല്ലിലാണ് ഗുരു ഇരുന്നത്. ഈ കാണുന്ന കല്ലിലാണ്, അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഗുരുവിൻ്റെ ഫോട്ടോ ഒക്കെ ഇന്നവിടെ കല്ലിൽ കൊത്തിയ ഫോട്ടോയും ഇതൊക്കെ വെച്ചിട്ട് ഈ കല്ലിലാണ് ഗുരു ഇരുന്നത്. അവിടെ വെച്ച് കൂട്ടാളികൾക്ക് ദാഹിക്കുകയും ദാഹമകറ്റാൻ നോക്കുമ്പോൾ ചുറ്റും കാടായതുകൊണ്ട് തന്നെ ഗുരു നോക്കിയിട്ടൊന്നും കാണുന്നില്ല, ഒരു വസ്തുവും കണ്ടില്ല. ഒരു കല്ല് കണ്ട്, കല്ല് കൈവിരൽ കൊണ്ട് ചൂഴ്ന്ന് ഹോളുണ്ടാക്കി അതിൽ നിന്ന് വന്ന തീർത്ഥജലമാണ് പാനം ചെയ്യാനായിട്ട് എല്ലാവർക്കും കൊടുത്തത്. അവരെ വളരെ ദൂരം നടന്ന് വിഷമിച്ച് വന്ന എല്ലാവർക്കും അമൃതിനേക്കാൾ തുല്യമായ ആ തീർത്ഥം വളരെ പ്രയോജനപ്പെട്ടു എന്നാണ് അന്നത്തെ ആ കൂട്ടാളികൾ പലരും പറഞ്ഞിട്ടുള്ളത്. ഇത് സേവിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് ഉണ്ടാകുന്ന സർവ്വ രോഗ ദുഃഖങ്ങളെല്ലാം അകലുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുകൊണ്ട് നമ്മൾ കുടുംബമായിട്ടും അല്ലാതെയും നമുക്ക് ഈ ഗുരുദേവ ക്ഷേത്രത്തിൽ സന്ദർശിച്ച് ഈ അപൂർവമായ ഈ പുണ്യതീർത്ഥം നുകരുവാനായിട്ട് ഗുരുവിൻ്റെ എല്ലാവിധ കടാക്ഷങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.